പണ്ടത്തെ ലൈഫ് സ്റ്റൈലല്ല ഇപ്പൊ നമുക്കുള്ളത്, ഡിഫറെന്റ് ആണ്. താങ്കളുടെ നാട് എവിടെയാ? കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്. അപ്പൊ നമുക്ക് 21st സെഞ്ച്വറിയില് സ്റ്റീവൻ ബ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിച്ചു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെത്ത് ആയിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് കുഴപ്പമില്ല, ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എക്സസൈസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്ന സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല ഇല്ല, അതാണ് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ട്രെയിനിങ് വേണം. ഈ പ്രോപ്പർ ട്രെയിനിങ്ങിന് ഒരു ഹെൽത്ത് കെയർ കൺസോർട്ടിയത്തിന്റെ ഒരു സപ്പോർട്ട് വേണം. അതിൻ്റെ ഉള്ളിൽ ഡോക്ടർ, ഡയറ്റീഷ്യൻ, ലെവൽ 3 സർട്ടിഫൈഡ് ട്രെയിനർ, ഫിസിഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇതെല്ലാവരും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ക്ലയന്റ് ആദ്യം വരുമ്പോ ഫസ്റ്റ് ഫിസിഷ്യൻ ആണ് കൺസൾട്ട് ചെയ്യേണ്ടത്. ഫിസിഷ്യൻ കൺസൾട്ട് ചെയ്തിട്ട് ആളുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ള ഒരു റിപ്പോർട്ട് അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനർക്കും ഫിസിയോതെറാപ്പിസ്റ്റിനും കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് വേണ്ട എക്സസൈസ് ക്രിയേറ്റ് ചെയ്യാൻ. അതിനുശേഷം ഒരു ഡയറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡയറ്റീഷ്യനാണ്. ഡോക്ടർ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഡയറ്റീഷ്യനും ഡോക്ടറും കൂടിയും ഒരു ഡയറ്റ് ക്ലയന്റിന് കൊടുക്കണം. എന്നിട്ട് അവരുടെ ബോഡി കണ്ടീഷൻ, പലർക്കും പല ടൈപ്പ് ബോഡിയാണ്, പല ടൈപ്പ് സിറ്റുവേഷൻസ് ആണ്. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സസൈസ് പ്ലാനും ഡയറ്റ് പ്ലാനും ആണ് ഇവര് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ യൂട്യൂബ് നോക്കി. ഞാൻ ചോദിക്കുന്നത്, ഒരു ട്രെയിനർ എന്നുള്ളതല്ലേ താങ്കളുടെ അടുത്തൊരു നടൻ വന്നു എന്ന് വെച്ചു, ഒരു താരം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ജിമ്മിലെങ്കിലും താല്പര്യമില്ല, ഈ വർക്കൗട്ട് പരിപാടിയിലൊന്നും താല്പര്യമില്ല, പിന്നെന്താ താങ്കൾ നിർദ്ദേശിക്കുക? ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡോക്ടർ ഉണ്ട്, എനിക്ക് ഓൺ ആയിട്ട് നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ കൺസൾട്ടേഷൻ കൊടുക്കും. കൺസൾട്ടേഷൻ കൊടുത്തിട്ട് ആളെ പറ്റിയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആളോട് കൺസൾട്ട് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ആ സജഷന് ശേഷം ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും കൂടിയും ആളുടെ പോസ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായി നോക്കിയിട്ട് ആൾക്ക് വേണ്ട എക്സസൈസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ കൂടെ നിന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിക്കും. അവര് പറയണ കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡയറ്റീഷ്യനോട് ചോദിക്കാം. സ്വപ്ന രാജീവ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പറയും, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചൊക്കെ പറയും. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ ആൾക്കാർ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് ലിമിറ്റില്ല, രാവിലെ ഉറക്കമൊന്നും ഇല്ലാതെ രാവിലെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നു. എനിക്ക് ഒ പിയിൽ പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ അവരുടെ ഡയറ്റ് ഹാബിറ്റ്സ് എടുക്കുമ്പോൾ ശരിക്കും അതിശയം തോന്നാറുണ്ട്, ഇവരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് തന്നെ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് ഇല്ല, പിന്നെ ഇതെല്ലാം കൂടി ഒരു ഈവനിങ്ങിലേക്കായിരിക്കും. ആൻഡ് അവര് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മീലോ അല്ലെങ്കിൽ 2 മീലോ, ആ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു ഫ്രൂട്ടോ അങ്ങനെ ആയിരിക്കും. അല്ല, നിങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് കഴിക്കണമെന്നൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈറ്റ് ഷുഡ് ലൈക്ക് എ കിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്. ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ എന്നാണ് പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്. അപ്പൊ ഫിറ്റ്നസിന് എപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇപ്പോഴത്തെ ആൾക്കാർ എന്തോ ആൾക്കാർക്ക് അതൊക്കെ പറഞ്ഞു. പക്ഷേ കൺവിൻസ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു അതെ അതെ, നമ്മളുടെ മുമ്പിൽ വരുന്ന പേഷ്യന്റ് ഹെൽത്ത് സ്റ്റാറ്റസിൽ എന്താണ് അവർക്ക് എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി, പിന്നെ അവർ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, ഞങ്ങൾക്ക് കിട്ടുന്ന 20 മിനിറ്റ്സിൽ നമ്മൾ മാക്സിമം അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി ഫിറ്റ് ആയിരിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു ആവശ്യകത നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ വ്യായാമത്തിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏത് ഭക്ഷണക്രമമാണ് താങ്കൾ? ഇപ്പൊ നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റിംഗ്, ഈ സമീകൃത ആഹാരം, അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം, ആളിൽ ചിരിക്കും, കേട്ടാ കോമഡിയാന്ന് തോന്നുന്നു ആൾക്കാർക്ക്. അതെ അതെ, അതായത് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റിന്റെ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ ഏറ്റവും വലിയൊരു ട്രെൻഡ് കാണുന്നത് കാർബോഹൈഡ്രേറ്റ് അന്നജം കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ എപ്പോഴും 60% കാർബോഹൈഡ്രേറ്റ് ആണ് പറയുന്നത്. അതായത് മോർ ദാൻ ഹാഫ് എങ്കിലും കഴിക്കണം എന്നാണ്. അതെ അതെ, പക്ഷേ ഒരു വെയിറ്റ് റിഡക്ഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് തീർച്ചയായിട്ടും കുറയ്ക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊരു 40% അവരുടെ ഹൈറ്റ് വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് അത് 50% താഴെ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം അവരുടെ അപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാറ്റസും കൂടെ നോക്കി, അപ്പോൾ ആനുപാതികമായി പ്രോട്ടീൻ കൂട്ടുക. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്. അപ്പൊ ചില കേസസിൽ വെജിറ്റേറിയൻ ആവാം, അപ്പൊ ചിലപ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റിന്റെ ആവശ്യകത വന്നേക്കാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഡയറ്ററി, നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് എങ്ങനെ അവർക്ക് ഏതൊക്കെ ടൈമിൽ എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട്, ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 80 അല്ലെങ്കിൽ 100 ഗ്രാം എടുത്ത് പ്രോട്ടീൻ ഒക്കെ വേണ്ട, അവരുടെ ഹൈറ്റിനനുസരിച്ച് വേണ്ടുമ്പോൾ നോക്കേണ്ടതാണെങ്കിൽ ചിലപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.